അങ്ങനെ ഇതാ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോകാൻ കേട്ടോ. ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ട്രെയിൻ നമുക്ക് ഇച്ചിരി പണി തന്നു. ഒരു 3-3.5 മണിക്കൂർ ലേറ്റായി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഫൈനലി ട്രെയിൻ വന്നു. അപ്പം നമ്മൾ അകത്തോട്ട് കയറി. നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടോ. അങ്ങനെ ഇതാ ഫൈനലി സ്റ്റേഷൻ എത്താറായി. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, അത്ര തന്നെ പെട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ചാടി പിടിച്ചിറങ്ങി ഞങ്ങൾ. അങ്ങനെ ഫൈനലി സേഫായിട്ട് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. അപ്പം സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്നൊന്നും നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് വിശന്നു. അങ്ങനെ നേരെ പോയിട്ട് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഗുരുവായൂർക്ക് എത്തി. പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിൻ്റെ ബ്രൈഡൽ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബ്രൈഡിനെ വിട്ടിട്ട് ഞങ്ങളും കൂടെ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ കാണുന്നത് നമുക്ക് വലിയൊരു അത്തപ്പൂക്കളാണ് നമ്മുടെ കൃഷ്ണൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ തിരക്കും, പിന്നെ വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഗുരുവായൂർ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിരക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വരാം. നല്ല തിരക്കുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു. അങ്ങനെ നേരെ പോയിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ ഒന്ന് ഗുരുവായൂർ റൗണ്ട് അടിച്ചാകുമ്പോഴത്തേക്കും നമ്മൾക്കത് ഈ കുളം കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജാസ്മിനെയാണ് ഓർമ്മ വന്ന കുളം കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പം അതിന് ശേഷമുള്ള വീഡിയോസ് ഫോട്ടോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നല്ല മഴയും അത്ര തന്നെ തിരക്കും ബ്ലോക്കും ഒക്കെ ആയിട്ട് നല്ല പണിയായിരുന്നു. അങ്ങനെ സേഫായിട്ട് ട്രെയിനിലോട്ട് എത്തി, നമ്മൾ സേഫായിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.